ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ ഭാരതം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വന്ന ഉരുളക്കുപ്പേരി പോലും നമ്മൾ ഉത്തരം കൊടുക്കും. Now they have played with fire. They will get very soon and they will regret Nani Yada Jai എന്ന് പറയുമ്പോ അമ്മുമ്മയെ ഓർമ്മിക്കും. അമ്മയല്ല. ഡൽഹി ഭീകരാക്രമണം എടുക്കുകയാണെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ചാവേറാകാൻ മുതിരുന്നത് എന്ന് പറയുന്നത്. ശരിക്കും Religion is okay. They brought in religion into it. They said if you do this you will get moksha in their country. അത് പാകിസ്ഥാൻ നല്ലോണം അറിയാം. And their blackmail is only one, nuclear. Do you think after that പാകിസ്ഥാൻ ഉണ്ടാവുമോ? നമ്മളേലും ഉണ്ടല്ലോ സാധനം. 26 പേരുടെ മരണത്തിന് ശേഷം നമ്മൾ ഒരു നല്ല പാഠം അവർ പഠിപ്പിച്ചു. അതായത് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കാം, ബ്രഹ്മോസ് തിരുവനന്തപുരത്തുണ്ടായി. അതിനെ ഉപയോഗിച്ച് നമസ്തേ. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് കേണൽ RG നായരാണ്. സർ നമസ്കാരം. നമസ്കാരം. ഡൽഹി ഭീകരാക്രമണം ഭാരതം നടുങ്ങിയ ഒരു നിമിഷമാണ്. എങ്ങനെയാണ് സാർ ആ ഒരു ആക്രമണത്തെ നോക്കിക്കാണുന്നത്? ഇത് എക്സ്പെക്റ്റഡ് ആണ്. ഇൻ ദ സെൻസ് നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കണം. കാരണം ഇത് കൈൻഡ് ഓഫ് നമ്മളൊരു ഊണ്ട് പാകിസ്ഥാന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇസ് വെരി ഡീപ്പ്. ദാറ്റ് വി ഹാവ് ഡിവൈഡഡ് ദറ്റ് കൺട്രി ഇൻ ടു ടു. ഈസ്റ്റ് പാകിസ്ഥാൻ വാസ് ലിബറേറ്റഡ് ആൻഡ് ന്യൂ നാഷൻ, അതായത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കി. പാകിസ്ഥാൻ ബാക്കി വെസ്റ്റ് പാകിസ്ഥാൻ അവിടെയായി. അത് കഴിഞ്ഞുണ്ടായിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ സ്കർമിഷസിലും നമ്മൾ അവർക്ക് ഉരുളക്കുപ്പേര് പോലെ ഉത്തരം കൊടുത്തു. ലേറ്റസ്റ്റ് ബീങ് പഹൽഗാം. 26 പേരുടെ മരണത്തിന് ശേഷം നമ്മൾ ഒരു നല്ല പാഠം അവർ പഠിപ്പിച്ചു. അതായത് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കാം, ബ്രഹ്മോസ് തിരുവനന്തപുരത്തുണ്ടായി. അതിനെ ഉപയോഗിച്ച് അവരുടെ ഡ്രോൺസ്, ഹൺഡ്രഡ്സ് ഓഫ് ഡ്രോൺസിനെ താഴെ ടെക്നോളജി വൈസ് ലോകത്തിനോട് പറഞ്ഞു വി ഹാവ് ഗുഡ് ടെക്നോളജി, വി ആർ അപ്ഡേറ്റഡ് ഇൻ ടെക്നോളജി എന്നുള്ള പറയാൻ കഴിയും. ഒരു കമ്മ്യൂണിക്കേഷനാണ് ആണല്ലോ. അതുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി കാണിക്കുന്നതാണ്. പാകിസ്ഥാന് ഒരു റിവഞ്ച് മെത്തേഡിലാണ് അവർ നിൽക്കുന്നത്. ദ ഷെയിംഫുൾ ഡിഫീറ്റ് ഒരു രാജ്യത്തിനെ രണ്ടായിട്ട് മുറിച്ച് ഒരു പുതിയ രാജ്യത്തിനെ ഉണ്ടാക്കാൻ 71 നമുക്കായി. എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉള്ള ഭാഗ്യമുണ്ടായി. അത് വെസ്റ്റ് പാകിസ്ഥാനിലാണ് ഞാൻ മെയിനായിട്ടും യുദ്ധം ചെയ്തത്. ഞാൻ അന്ന് 54 ആർട്ടിലറി ബ്രിഗേഡിൻ്റെ GSO3 ഗ്രേഡ് 3 ക്യാപ്റ്റൻ കൺട്രോളിങ് ഫയർ ഡ്യൂറിങ് ഓപ്പറേഷൻസ്. അത് വലിയൊരു കോംപ്ലിമെൻ്റാണ്. ഫീൽഡ് റെജിമെൻറ്റ്, മീഡിയം റെജിമെൻറ്റ്, റോക്കറ്റ് റെജിമെൻറ്റ് എക്സെട്ര എക്സെട്ര. വലിയ ഫയർ പവറാണ്. അയാൾ ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും. എൻ്റെ കാല് 1.5 സെൻറ്റിമീറ്റർ ചെറുതാണ് ഒരു ആക്സിഡൻറ്റിൽ. ഞാൻ ലോ മെഡിക്കൽ കാറ്റഗറി ആയിരുന്നു. പക്ഷേ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഐ വെൻറ്റ് ആൻഡ് ഫോട്ട് ദ വാർ. സോ ഐ ഗോട്ട് മൈ പ്രൊമോഷൻസ് വിതൗട്ട് ആസ്കിങ്. മൈ ബോർഡ് അപ്രൂവ്ഡ് മീ, കമാൻഡ് ചെയ്തു. പിന്നെ ഞാൻ റിട്ടയർ ചെയ്തത് 52-ലാണ്. 3 മാസം കഴിഞ്ഞപ്പം ഏജ് 2 വർഷം ഇൻക്രീസ് ചെയ്തു. 54 ആയി. I could not get my next promotion. I was never overlooked. But I have been very happy that I chose a job in the armed forces too. ഉറപ്പായിട്ടും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നുള്ളതാണ്. It's a pride. And not only that, I have given 2 of my sons into the armed forces. The first one also was in Himalayan Mountaineering Institute, primarily run by the army. അപ്പോൾ 1971 യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇന്ന് നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ആർമിക്ക് വന്ന ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. നമ്മുടെ സായുധ സേന എത്രയോ വലിയ രീതിയിൽ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു, ലോക നിലവാരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ആ മാറ്റത്തെ നോക്കിക്കാണുന്നത്? അത് എത്രത്തോളം ഭാരതത്തെ സഹായിക്കുമെന്ന് തോന്നുന്നു? അത് മെയിൻലി ഐ വിൽ tell you strategically, then come to tactically. Strategically, looking at India has now become an exporter of arms. India is going to make an aircraft carrier for a different country. Yes.
ആൻഡ് എയർക്രാഫ്റ്റ് കാരിയർ ഈസ് നോട്ട് എ ജോക്ക്. ഭയങ്കര ഒരു ടെക്നോളജിക്കൽ ലീപ്പാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നു, നമ്മുടെ ഗൺസ് ഉണ്ടാക്കുന്നു, ഡിഫൻസ് ഗൺസ് എല്ലാം. നമ്മൾ പണ്ടത്തെ യുദ്ധത്തിനൊക്കെ 25 പൗണ്ടർ ഗൺസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ മീഡിയം ഗൺസ്, റോക്കറ്റ്സ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മൾ തെളിയിച്ച എങ്ങനെയാണ്? പഹൽഗാമിൽ ഇതിന് ശേഷം ഇവരുടെ 9 ഒളിത്താവളങ്ങൾ, അവരുടെ ടെററിസ്റ്റിനെ ട്രെയിൻ ചെയ്യുന്ന അക്കാഡമി, അതിനെ ഫസ്റ്റ്ലി ടു അക്യുറേറ്റ്ലി ലൊക്കേറ്റ് ചെയ്തു, നമ്മളതിനെ ഡിസ്ട്രോയ് ചെയ്തു. വി ആർ മാനുഫാക്ചറിങ് വാർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. നമ്മളിവിടെ ഇന്ത്യയിൽ വാർ പ്ലെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഇപ്പോൾ വേറെ ഏതോ രാജ്യം നമുക്ക് ഓർഡർ തരാൻ എൻക്വയറീസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ സ്റ്റേജ് ഓഫ്, അതിൻ്റെ ഏതാണ് സ്റ്റേജ് എന്നറിയില്ല. പിന്നെ നമ്മുടെ ഒരു വലിയ പട്ടാളമാണ് നമ്മൾ ക്വാഡ് മെമ്പറാണ്. ലോകത്തിലെ പവർഫുൾ രാജ്യങ്ങൾ നമ്മളോട് സുഹൃബന്ധത്തിന് ആഗ്രഹിക്കുകയാണ്. അത് സ്പീക്സ് വോളിയൂം അബൌട്ട് ഇന്ത്യസ് പവർ. Geographically, look at India. You have Himalayas. എത്ര റേഞ്ച് അത്? വാട്ട് ഈസ് ദ റൈറ്റ്? Is it easy for anybody to come in? Let China come. We will attack. He will find it difficult to go back. തിരിച്ചു പോകാൻ അത്ര എളുപ്പമല്ല. ഇവിടെ വരുമ്പോൾ തളരും, പിന്നെ തിരിച്ചു പോകുമ്പോൾ ഡിഫിക്കൽട്ടാവും. സോ ഇന്ത്യക്ക് ജോഗ്രഫിക്കലി ഭഗവാൻ തന്നെ കനിഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഹിമാലയ. വൈ ദാറ്റ്? ലുക്ക് അറ്റ് ആൻഡമാൻസ്. അവിടെ നമ്മൾ എത്ര എയർക്രാഫ്റ്റ് കാരിയറിന് തുല്യം? അത് എത്ര എയർക്രാഫ്റ്റ് കാരിയർ എടുത്താൽ ഈ ആൻഡമാൻസിന് തുല്യമാവും? ലക്ഷദ്വീപ്, വൺ ഇൻ ദ ഈസ്റ്റ്, വൺ ഇൻ ദ വെസ്റ്റ്. സമുദ്രത്തിൽ കാവലാളായിട്ട് നിൽക്കുകയാണ് ഈ 2 ഗ്രൂപ്പും. അവർ ഫോഴ്സസ് ആർ ദെയർ. ഇന്ത്യ ഈശ്വരനാൽ ബ്ലെസ് ചെയ്യപ്പെട്ട ജോഗ്രഫിക്കലി ബ്ലെസ് കൺട്രി. ഹിസ്റ്റോറിക്കലി നമ്മളെ വെളിയിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് എല്ലാവരും മുഗളന്മാരും അവരും ഒക്കെ വന്ന് നമ്മളെ we were made slaves by them. To top it all, Britishers came, looted us. നമ്മുടെ എല്ലാ വെൽത്തും ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. Now we are coming from the ashes. ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ ഭാരതം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. നമുക്കറിയാം, ചെറിയ രീതിയിൽ ഭാരതത്തെ ബാധിക്കുന്ന ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അതിന് കൃത്യമായി മറുപടി നൽകി ഇനി അത് ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് ഇന്നത്തെ സർക്കാർ ആണെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും. അല്ലാതെ ഇതിനകത്ത് ഇന്റർനാഷണൽ പോളിറ്റിക്സും സ്ട്രാറ്റജി, ജിയോ പൊളിറ്റിക്സ് എല്ലാം വരും. അത് മനസ്സിലാക്കണം നമ്മൾ. ട്രംപ് ഹാഡ് പ്ലേഡ് എ റോൾ. ഹി സേസ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് them to cross the war. But that we are not accepting it. Yes. We are denying it. We are denying the mightiest of power. Yes. It's not an easy thing. You have the confidence to say that no, so far and enough. എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്? അത്രയും വലിയൊരു സൈന്യം നമുക്കുണ്ട്, അത്രയും വലിയൊരു നേവി ഉണ്ട്, അത്രയും നല്ലൊരു എയർഫോഴ്സ് ഉണ്ട്. നമ്മുടെ എയർഫോഴ്സൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നാറ്റ്, എൻ്റെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ 71 വാറിൽ നേരിട്ട് ഒരു ഡോഗ് ഫൈറ്റ് കണ്ടിട്ടുണ്ട്. നാറ്റ് എന്ന് പറഞ്ഞ ആ എയർക്രാഫ്റ്റ് ഒരു ഡോഗ് ഫൈറ്റ് ഞാൻ കണ്ടു. സാബർ ജെറ്റിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് അടിയും മുകളിലോട്ട് അടിച്ചിട്ടു. ഇറ്റ് വാസ് എ സൈറ്റ് വർത്ത് സീയിങ്. ഭാഗ്യം ചെയ്യണം അത് കാണാൻ. എൻ്റെ കൂടെ ഒരു മേജർ ജനറൽ ബ്രിഗേഡിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യ അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബെസ്റ്റ് പാർട്ടീസ്. ഇന്ത്യ ഹാസ് സ്റ്റാൻഡിങ് ലാർജസ്റ്റ് തേർഡ് ലാർജസ്റ്റ് സ്റ്റാൻഡിങ് ആർമി ഇന്ത്യയിലാണ്. നമ്മൾ അഗ്രസീവ് അല്ല, നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വന്ന ഉരുളക്കുപ്പേര് പോലെ നമ്മൾ ഉത്തരം കൊടുത്തിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഈ ഡൽഹി ഭീകരാക്രമണം എടുക്കുകയാണെങ്കിൽ പൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ചാവേറാകാൻ മുതിരുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരല്ല, കൃത്യമായി ഭാരതത്തെ കുറിച്ച് അറിയുന്നവരാണ്. എന്നിട്ടും ഇത്തരത്തിൽ അവര് ഒരു നിയോഗത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് സൈക്കോളജിക്കൽ വാർഫെയർ ആണിത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സൈക്കോളജിക്കൽ വാർഫെയർ. അത് അവർ തിരഞ്ഞെടുത്ത് റിലിജൻ ഈസ് ഓപ്പിയം. They brought in religion into it. They said if you do this you will get moksha in their concept.
ആൻഡ് ദാറ്റ് വേ ബ്രെയിൻ വാഷ്ഡ് ആൻഡ് ഇൻഡോക്ട്രിനേറ്റഡ് ആളുകളെയാണ് ഇതിനകത്ത് ഇൻഡക്ട് ചെയ്യുന്നത്. 21 ഇന്നസെൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റിനെ കൊന്നപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? നിരായുധരായ 25 പേരെയാണ് കൊല്ലുന്നത്. അപ്പോൾ വേൾഡ് ഒപ്പീനിയൻ അവർക്കെതിരായിരിക്കും എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷെ ആ ചെയ്തവരെ നമ്മൾ തിരിഞ്ഞു പിടിച്ച് നശിപ്പിച്ചു. അതെ, സ്ട്രാറ്റജിക് ആയിട്ട് വാട്ടർ വി ക്യാൻ ഫ്ലഡ് പാകിസ്ഥാൻ. ഉറപ്പായിട്ടും നമ്മൾ പെഹൽഗാം ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ ഒരു വെള്ളം തടഞ്ഞു നിർത്തിയപ്പോൾ എത്രത്തോളം പാകിസ്ഥാൻ we can flood them, we open the dams, but we won't do it because we are a nation with certain philosophy. മഹാഭാരത യുദ്ധത്തിൽ അസ്തമനം കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യില്ല. ദാറ്റ്സ് അവർ ബാക്ക്ഗ്രൗണ്ട്. ബട്ട് വി കാൻ ഡു ഇറ്റ് ടുഡേ. അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇന്നത് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇന്ത്യ കളിച്ചാൽ അതിന് ഉത്തരം കൊടുത്തിരിക്കും. ഈ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്നാണ് ആളുകളെ തിരിച്ചറിയുന്നതും അവർക്കെതിരെയുള്ള നടപടികൾ എടുക്കുന്നതുമെല്ലാം. They need to be complimented. അത് നമ്മൾ കാണുന്നില്ല, സാധാരണ ജനം ഇത് കാണുന്നില്ല. ഇത് ബിഹൈൻഡ് ദ സ്ക്രീൻ വർക്ക് ചെയ്യണം. അവർ ഐഡന്റിഫൈ ചെയ്തു, പിൻ പോയിന്റ് ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ലൊക്കേറ്റഡ് ദോസ് 9 points ഫ്രം വേർ, എവിടുന്നാണോ ഈ 9 സ്ഥലത്തു നിന്ന് അവർ ഈ അറ്റാക്കിന് വന്നത്, അതിനെ തിരഞ്ഞു പിടിച്ച് ടെററിസ്റ്റിൻ്റെ അവരുടെ അക്കാഡമി, ടെററിസ്റ്റ് അക്കാഡമി, അതിനെ നിഷ്ക്രിയമാക്കി നശിപ്പിച്ച് നാരായ വരാക്കി. നിസ്സാരമല്ല. അതിന് റീബിൽഡ് ചെയ്യാൻ ടേക്ക് ടൈം ഫോർ ദം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഡൽഹിയിലും ഉണ്ടായിരിക്കുന്നത്. അതെ, ഡൽഹിയിലെ നൗ ദേ ഹാവ് പ്ലേഡ് വിത്ത് ഫയർ. ദേ വിൽ ഗെറ്റ് വെരി സൂൺ an answer and they will regret. നാനി യാദ് ആ ജായേഗി എന്ന് പറയുമ്പോ അമ്മുമ്മയെ ഓർമ്മിക്കും. അമ്മയല്ല, അമ്മുമ്മയെ ഓർമ്മിക്കും. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് ഞാനിപ്പോൾ പറയുന്നു. പാകിസ്ഥാൻ വിൽ റിഗ്രറ്റ്. അങ്ങനെ ഉള്ള ആളുകളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. നല്ല ആളുകളുണ്ട്. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉണ്ട്, മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട്. ടു ജസ്റ്റ് മെൻഷൻ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, എൻ്റെ 2 പുത്രന്മാർ മിലിറ്ററി ഇൻ്റലിജൻസിലാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ്, 2 സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തതും അതിനെതിരെ സംസാരിച്ചതും കൃത്യമായി ഓപ്പറേഷൻസ് ലീഡ് ചെയ്തതുമെല്ലാം. Absolutely. There is no question of ഇപ്പോൾ പെണ്ണുങ്ങളെ they are joining army as officers. എനിക്ക് ഒരു അഭിമാനത്തോടെ പറയാം, ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം തിരുവനന്തപുരത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി. more than 100 people would have become officers in Army, Navy, Air Force. അതിൽ ആദ്യത്തെ വനിതാ പൈലറ്റ് ഓഫ് ദി ഇന്ത്യൻ എയർ ഫോഴ്സ് ഇസ് മൈ സ്റ്റുഡൻറ്റ് സവിത ബാനു. ഷീ റിട്ടയർഡ് ആൻഡ് കം ബാക്ക്. ആദ്യത്തെ ഹെലികോപ്റ്റർ പൈലറ്റ്, ഷീ ഡൈഡ് ലേറ്റർ in a crash, സുമിത വിജയൻ ഫ്രം ആറ്റിങ്ങൻ, മൈ സ്റ്റുഡൻറ്റ്. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട് അത് പറയാൻ. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ റിട്ടയർ ചെയ്ത്. 92-ലാണ്, 95, 96 ആ പീരീഡിലാണ്. വർഷങ്ങൾ ഒരുപാടായി, 19 വർഷമായിരുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്, നമ്മൾക്ക് നാച്ചുറൽ റിസോഴ്സ് നമുക്ക് നല്ലോണം ഉണ്ട്. നമുക്ക് റിവേഴ്സ് ഉണ്ട്, നമുക്ക് മൗണ്ടൻസ് ഉണ്ട്, നമുക്ക് വിന്ധ്യൻസ് ഉണ്ട്, താഴെ ഇങ്ങോട്ട് നോക്കാണ് ഹിമാലയാസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസിൻ്റെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൻഡമാൻസും ലക്ഷദ്വീപും. ഒരു വിമാനവാഹിനി കപ്പലിനെ വെച്ച് നോക്കുമ്പോൾ എത്ര വിമാനവാഹിനി കപ്പലിനെ തുല്യ അത്. ഹാവ് വി നോട്ട് ടേക്കൺ കെയർ ഓഫ് ഇറ്റ്? നമ്മൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയില്ല, ഡിഫൻസിൻ്റെ ഡിപ്ലോയ്മെൻറ്റിനെ പറ്റി പബ്ലിക് ഡോണ്ട് നോ. ബട്ട് ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ഓൾ ദിസ് കൈൻഡ് ഓഫ്. ഇതെല്ലാം ഉപയോഗിക്കും. പിന്നെ നമ്മുടെ നേവി സ്ട്രോങ് ആണ്, നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ എയർഫോഴ്സ് പ്രിസിഷൻ അടിച്ചാണ് അവർ 9 സ്ഥലത്ത് പോയി അടിച്ചത്. അത് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മളെ കഴിവ് തെളിയിച്ചതാണ്, ഇനിയും തെളിയിക്കും. പക്ഷെ ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് വാർ ഈസ് സർപ്രൈസ്. കാത്തിരിക്കണം എന്നുള്ളതാണ്. അതെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് വാർ ഈസ് സർപ്രൈസ്. അതിനെ നമുക്ക് we have to keep that, and I'm sure those who are in charge of that അവരത് നോക്കിക്കോളും. നമ്മുടെ രാജ്യം ഒരിക്കലും തലകുണിക്കേണ്ടി വരില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിനെ പറ്റി നമ്മുടെ രാജ്യത്തുള്ളവർക്ക് അഭിമാനമുണ്ട്. ആ അഭിമാനം അവർ കാത്തു രക്ഷിക്കും എന്നെനിക്ക് ഉറപ്പാണ്. നമ്മളിപ്പോൾ 2015 മുൻപുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കുറച്ചുകൂടി സൈലന്റ് ആയിട്ടുള്ള രീതിയിലാണ് തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പരമാവധി ക്ഷമിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ 2015 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സർജിക്കൽ സ്ട്രൈക്സ് നമ്മൾ കൂടുതൽ ചെയ്ത കാലഘട്ടമാണ്.
ഇപ്പൊ പെഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നമ്മുടെ പോരാട്ടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും എവിഡന്റ് ആയിട്ട് ലേറ്റ് ആക്കാതെ കൃത്യമായിട്ട് വിസിബിൾ ആയിട്ട് നമ്മൾ മറുപടി കൊടുക്കാൻ തുടങ്ങിയിട്ട് അത് പാകിസ്ഥാനെ പേടിപ്പിച്ചിട്ടുണ്ടാകില്ലേ? It was not with the intent of scaring them. The purpose was to give tit for tat. ഉരുളക്കൊരു പേര് പോലെ ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനകത്തുണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യ it's a country which cannot be compared with Pakistan. Pakistan can be compared to a state in India. അത് പാകിസ്ഥാൻ നല്ലോണം അറിയാം. And their blackmail is only one, nuclear. Okay. Do you think it is possible for them to use the nuclear weapon? Do you think after that Pakistan ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. നമ്മളിലും ഉണ്ടല്ലോ സാധനങ്ങൾ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ന്യൂക്ലിയർ ഉപയോഗിക്കണം പോലും ഇല്ല, അല്ലാതെ നമ്മൾ അതുപോലെ ഉപയോഗിക്കില്ല. അതിനേക്കാൾ നല്ല ശക്തിയുള്ള വേറെ സാധനങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അതൊന്നും ഉപയോഗിക്കില്ല. We have got indigenously made things here in India. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അത്രയും കഴിവുള്ളവരായെന്ന് തെളിയിച്ചു കഴിഞ്ഞു. 1971 യുദ്ധം മുതൽ ഇപ്പൊ 2025 വരെ എടുക്കുന്ന സമയത്ത് ഒരു പാറ്റേണിലുള്ള ഒരു ഡിഫറൻസ് ഇന്ത്യൻ ആർമിയിൽ സാറിന് തോന്നിയിട്ടുണ്ടോ? പാറ്റേൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദി അഗ്നിവീർ സാധനം കൊണ്ടുവന്നു. അപ്പോൾ നോർമലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്നെ ചാനൽസ് എല്ലാം വിളിക്കാറുണ്ട്, ദൂരദർശനായാലും ഇവരെല്ലാം ഒപ്പീനിയൻ മേക്കർ ടൈപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സാധാരണപ്പെട്ട സിറ്റിസനെ സോൾജിയറാക്കി മാറ്റുകയാണ് നമ്മൾ. ആൻഡ് ഹി ഈസ് ആഫ്റ്റർ സം ടൈം ഗെറ്റിംഗ് ഇൻ ടു സം അതർ ജോബ്. അപ്പോൾ അഗ്നിവീറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അയാൾ ഡിസിപ്ലിൻഡ് ആകുകയാണ് ഒന്നാമത്. ബേസിക്കലി ഹി ബിക്കംസ് എ superior quality citizen. What is discipline? Definition of discipline: the subjugation of the will of the individual for the good of the group. അതാണ് ഡിസിപ്ലിൻ. ആ ഇൻഡിവിജ്വലെ വിട്ടിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ സ്വയം സമർപ്പിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റിസൺറി ഉണ്ടാക്കുകയാണ് നമ്മൾ. He comes back after 4 years. എന്നിട്ട് അയാൾ ജോയിൻ ചെയ്യാണ്. He may be joining HMD, he may be joining Alind, he may be joining some other company. പക്ഷേ there is a soldier in him.